എന്റെ എല്ലാ പള്ളികൾക്കും എല്ലാ പാർട്ടിക്കും പൈസയുണ്ട്. പള്ളിപ്പെരുന്നാൾ നടത്താൻ ഒരു ഗ്രൗണ്ട് വാടക എടുത്തുന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് കൂടി എന്റെ ഭർത്താവിനോട് സഞ്ജയ് പാവം ഞങ്ങള് സ്ഥിരം അയ്യോ സഞ്ജനെ സോറി ട്ടാ പെട്ടെന്ന് ഇതായി പോയി. സ്വന്തം കഴിവുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇടം നേടിയ ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മഞ്ജു പത്രോസ് ചേച്ചി. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ പുതിയ സിനിമയായ പാളയം PC ചേച്ചി പുതിയ എപ്പോഴും കണ്ടുവരുന്ന ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടാണ് ഓൾമോസ്റ്റ് ഓരോ സിനിമയിലും കണ്ടുവരുന്നത്. ഇതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്? സത്യത്തില് ഞാൻ ഇതെങ്ങനെയാണ് ഈ ഒരു ഇത് എന്നിലേക്ക് പതിഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ ഏതോ 1 or 2 സിനിമയിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഞാൻ മിക്കവാറും ചെയ്യുന്നത് കുശുമ്പും കുഞ്ഞായ്മയൊക്കെ എന്റെ മുഖത്ത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ബേസിക്കലി ഞാൻ പക്ഷെ ഭയങ്കര പാവാണ്, അതറിയാലോ പാവാണെന്ന്. അപ്പോ അങ്ങനത്തെ ക്യാരക്ടർ ഇതിനകത്തും ചിഞ്ചുറാണി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറാണ്. അവര് ആരെയും പേടിയില്ലാത്ത, ആര് വന്നാലും അതിന് എന്ത് പറഞ്ഞാലും അതിനെ ധിക്കരിച്ചേ പറയൂ എന്ന് വാശിയുള്ളൊരു സ്ത്രീയാണ്. അങ്ങനെയാണ് ഇവര് ശബരിമലയ്ക്ക് ഇപ്പോ ആളി കത്തിയ ഒരു പ്രശ്നമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം. അപ്പോ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ പോകുന്നത്. അല്ല ചേച്ചി ലൈഫിലും ഇങ്ങനെ തന്നെയാണോ? ആര് പറഞ്ഞാലും ഇല്ല, എനിക്ക് അടുത്ത കൂടിയൊക്കെ പോയാൽ മതി, ഞാൻ അവിടെ ഇരുന്ന് കരയുമോ? അയ്യോ, ചേച്ചിക്ക് ഒരു ക്യാരക്ടർ തന്നാ ചേച്ചി അത് ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും വേണമല്ലോ, ഞാൻ തന്നെ എല്ലാരും ചെയ്യും. തന്നെ ആണോ കൂടുതലും അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത്? ഒന്ന് നമ്മള് നിക്കുന്നത് സിറ്റ്കോം എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. അവിടെ ഇംപ്രവൈസ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ബൈ ഡയലോഗ് അങ്ങനെ പഠിച്ചു പറയാൻ ഇച്ചിരി പാടാണ്. എനിക്കത് ബുദ്ധിമുട്ടാണ്. അത് നല്ലതുമാണ് ചീത്തയുമാണ്. ചിലർക്ക് വാശി ഉണ്ടാവും, അവര് പറഞ്ഞ് എഴുതി വെച്ചിരുന്ന തന്നെ പറയണത്. അങ്ങനെ വരുമ്പോ എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലംസ് ആവും. ചേച്ചി ഈ ഫീൽഡിലോട്ട് എങ്ങനെയാണ് ശരിക്കും എൻ്റർ ചെയ്തത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഞാൻ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ കൂടിയാണ് വരുന്നത്. സീരിയസ്ലി? ഓക്കെ. അപ്പൊ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ അതിൽ നിന്നാണ് മറിമായം എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എത്തിയത്. പിന്നെ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സിനിമകൾ. ചേച്ചിക്ക് സ്വന്തമായിട്ട് വ്ളോഗ് ഉണ്ടല്ലോ, യൂട്യൂബ് ചാനൽ. അപ്പൊ അതിൽ ഇങ്ങനെ മറ്റേ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോ ഈ നമ്മുടെ പബ്ലിക്കിൽ നിന്ന് നെഗറ്റിവിറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പ്രാങ്ക് വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. 1 or 2 ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്റെ അമ്മിച്ചിനെയൊക്കെ തന്നെ ചെയ്തു. ഇല്ല, പാവം അമ്മിച്ചൊക്കെ കരഞ്ഞു. അമ്മയുടെ എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയില്ല. അങ്ങനെ പബ്ലിക്കിൽ നിന്നൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഇങ്ങനെ നിറത്തിന്റെ പ്രശ്നം വന്ന് എന്തെങ്കിലും ഹറാസ്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരുപാട്. ഈ ഫീൽഡിലാണോ അതോ പബ്ലിക് അല്ലാതെ അങ്ങനെ പേഴ്സണൽ ലൈഫിലാണോ? അങ്ങനെ ഫീൽഡിൽ നിന്ന് അങ്ങനെ ഡയറക്ട്ലി നമ്മളോട് പറയില്ല. എന്നാൽ ഈ കുത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അതിനകത്ത് എന്തോ ഒരു മാനസിക സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോ സ്കൂൾ ലൈഫ് മുതലേ ഒരു കുട്ടി അതിന്റെ ചിന്ത ഉറയ്ക്കുന്ന സമയം മുതലേ അറിഞ്ഞോ അറിയാതെയും കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മാറാൻ ഭയങ്കര പാടാണ്. വിഷമം വന്നിട്ടുണ്ട്? എപ്പോഴും കരഞ്ഞിട്ടുണ്ടോ? അത് ഒരുപാട് കുഞ്ഞിലേക്ക് നമുക്ക് ഇതല്ലാതെ വേറെ എന്താ പണിയുള്ളത്? അല്ല, വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ മീൻ വലുതായി കഴിഞ്ഞ ഏതാണ് ഞാനൊരു സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വിഷമം എന്നെ അലട്ടിയിട്ടില്ല. കാരണം കുറച്ചും കൂടി സ്ട്രോങ് ആയി. അതുകൊണ്ടായിരിക്കും. അന്നത്തെ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വളരെ ഡിഫറെന്റ് ആണല്ലോ, പഴയതും ഇപ്പോഴത്തെയൊക്കെ. അപ്പൊ അതിന്റെ ഒരു നമുക്കൊരു ഫ്രീഡം കിട്ടിയ പോലെ ഒരു മീൻസ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കൂടുതൽ പുറത്തിറങ്ങി നടക്കാനും സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനും, പിന്നെ മാരേജ് ആണെങ്കിലും ഒരുപാട് ഡിലേ മീൻസ് കുഴപ്പമില്ലല്ലോ ഇപ്പം. അതിനെ കുറിച്ച് എന്തായാലും ഫ്രീഡം നമ്മള്
നമ്മൾ നേടിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി ഇതൊക്കെ ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആരും ഫ്രീഡം കിട്ടാതെ അതാ പറഞ്ഞത്. പക്ഷെ അന്നത്തേക്കാൾ കൂടുതൽ അപകടം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യവും ഇത്തരം ഈ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഇൻഡിവിജ്വൽസ് കുറച്ചുകൂടി ബോധവാന്മാരായി. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വന്നതോടുകൂടി നമ്മള് ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെട്ടതാണ്. അതല്ലാതെ ഇത്രയും നാളും നമുക്ക് ഇതൊന്നും തരാനായിട്ട് ആരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നത്? കടയിൽ പോയി മേടിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോ പക്ഷേ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞ് നടന്നു പോയാലോ കുഞ്ഞിനെ കുഞ്ഞായിട്ട് കാണാനും അമ്മമാരായി കാണാനും പറ്റുന്ന ബോധമുള്ള ആൾക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാനൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നത് ഒരു റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ്. ഒറ്റയ്ക്കായിരിക്കും ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് 6:30-7 മണിയാകുമ്പോൾ ഒരു റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി ഒറ്റയ്ക്ക് നടന്നു വന്നിട്ടുണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കുട്ടികൾ അങ്ങനെ വരാനായിട്ട് പേടിക്കണം. കുഞ്ഞിനെ കുഞ്ഞായിട്ടോ അമ്മമാരായിട്ടോ കാണാൻ പറ്റാത്ത ഒരു സമൂഹത്തിന്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം ഓഫ് കോഴ്സ് നമുക്ക് അത് നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചേച്ചി ബിഗ് ബോസിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ബിഗ് ബോസിൽ കയറിയതിന് ശേഷമാണോ ചേച്ചിക്ക് കുറച്ചും കൂടെ ആൾക്കാർ അറിഞ്ഞേന്ന് ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ? ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബിഗ് ബോസിൽ കൂടി കയറിയപ്പോ പക്ഷെ അത് നല്ലതല്ലേ ചേച്ചി? അങ്ങനെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതൊക്കെ എനിക്ക് മുമ്പില് കാണുമ്പോ എനിക്ക് ശരിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ അത് സംഭവിച്ചു പോയാലും ഇനി എനിക്ക് അതിനെ കുറിച്ച് അതിന് തിരിച്ചു പോയി തിരുത്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു റിഗ്രഷൻ. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ചാൻസ് കിട്ടുകയാണ് ചേച്ചിക്ക് 21 വയസ്സാവാൻ, ചെറുപ്പക്കാരിയാവാൻ, ചേച്ചി എന്തായിരിക്കും ചെയ്യുന്നത്? ഐ മീൻ എന്താ ആഗ്രഹമാണ്? അതറിയില്ലേ. ഞാന് ഇതിന് ശേഷം ഒരു പടം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് മുടിയൊക്കെ 2 വയസ്സ് മെടങ്ങിയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ആഗ്രഹം എന്തെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഇതുപോലെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു വിഷാണ് കേട്ടോ, നമുക്ക് ഇനി ആവാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലൊരു കുട്ടിത്തം കാണുമല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ വാട്ട് വിൽ ബി യുവർ വിഷ്? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ 21 വയസ്സുകാരിയായിട്ട് ഇപ്പൊ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും? എനിക്ക് 21 വയസ്സുകാരി ആവണം അതൊന്നുമല്ല. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും എനിക്ക് എവിടെയെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞില്ലാരും കൂടി എന്റെ തലയിലോട്ട് കയറുമെന്നുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും യാത്രകളിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ മിക്കവരും. ഇപ്പൊ നമുക്ക് ഇവിടെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വരണമായിരുന്നു എന്ന് വെച്ചോളൂ. ഞാൻ വരുന്ന വഴിയിൽ ഉത്സവ സീസണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പള്ളിപ്പെരുന്നാൾ സീസൺ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ പള്ളികളുടെയും എല്ലാ അമ്പലങ്ങളുടെയും ഘോഷയാത്രകളൊക്കെ റോഡിലാണ്. അത് ശരിയാണ്, റോഡിലാണ്. പാർട്ടിയുടെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ റോഡ് സൈഡുകളിലാണ്. ഇത് ഒരു 10, 15, 20 വർഷം മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെയാണ്. കാരണം ഇത്രയും തിരക്ക് റോഡിലില്ല, ഇത്രയും വണ്ടികളില്ല. ഒരു പഞ്ചായത്തില് 5, 6 കാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു വീട്ടിലുണ്ട് 5, 6 കാറ്. ഇതെല്ലാം ഈ നിരത്തിൽ കൂടി ഇറങ്ങുമ്പോൾ ഇതിന്റെ കൂടാതെ ഈ തോരണവും മാലയും പിടിച്ച് കുറെ ആൾക്കാരും നടക്കും. എല്ലാ പള്ളികൾക്കും എല്ലാ പാർട്ടിക്കും പൈസയുണ്ട്. പള്ളിപ്പെരുന്നാൾ നടത്താൻ ഒരു ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തുന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ആർക്കും എന്നുവെച്ചാൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരാള്, ഒരു മരണത്തിന് പോകുന്ന ഒരാള്, ഇവർക്കൊന്നും എത്തപ്പെടാൻ പറ്റില്ല. ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ നമ്മള് ഒരു സ്ഥലത്തുനിന്ന് ഓടിയായിരിക്കും അങ്ങോട്ട് പോകുന്നത്, പക്ഷെ നമുക്ക് എത്താൻ പറ്റില്ല. ചിലപ്പോ 1 മണിക്കൂറത്തെ യാത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ എത്തുന്നത് 3 മണിക്കൂറായിരിക്കും അല്ലേ? കൊല്ലം സൈഡിലോട്ടൊക്കെ എന്തോരം റഷാണെന്നറിയാമോ? ഇപ്പൊ മറ്റേ റോഡ് പണിയുടെയാണ്. അതല്ലാതെ മിക്കവാറും സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അതൊന്ന് മാറണം, അത് അവനവൻ തന്നെ ചിന്തിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് 21 വയസ്സൊന്നും വേണ്ട. ചേച്ചിക്ക് കോമഡി ആണോ കൂടുതൽ ഇഷ്ടം, സീരിയസ് അങ്ങനെ എന്തെങ്കിലും? എല്ലാം ഇഷ്ടമാണ്. ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എല്ലാം ചെയ്യണം. എനിക്കറിയാം ചേച്ചി നല്ലൊരു സിംഗർ ആണെന്ന് എനിക്കറിയാം. പറ്റണോ? ഒരു 2 വരി, ജസ്റ്റ് 2 വരി അങ്ങനെ പറയല്ലേ? കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന്, ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരീരാരോ വേണ്ടാന്ന്, പാൽ കുറുക്കും പായസച്ചോ വേണ്ടാന്ന്,
തേനാണ് അച്ഛനും മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ചേച്ചി. സത്യം, ഒരു പൂ ചോദിച്ചു പൂക്കാലം തന്നെ തന്നു. ചേച്ചി പാട്ടൊക്കെ പാടാനോ അല്ലെങ്കിൽ പാട്ടിന്റെ കാര്യത്തിനൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? പാട്ട് പാടാനൊക്കെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ വിളിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഒരു പാട്ടേ അങ്ങനെ പാടിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ പാടാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. കാരണം അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പാട്ട്. എനിക്ക് അറിയാത്ത ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ പറഞ്ഞൊഴിയും. പക്ഷെ ഒഴിയാൻ പറ്റാതെ എന്നെ നിരന്തരം പിന്തുടർന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പാടേണ്ടി വന്നു. പക്ഷെ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ പാട്ട് വലിയ കുഴപ്പമില്ല വന്നിട്ടുണ്ട്. അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പാട്ടിന്? ഇങ്ങനെ എന്തെങ്കിലും ചേച്ചി ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാറുണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോ ആരാണത്? എന്റെ ഭർത്താവിനോട്. കേൾക്കാൻ വേണ്ടി ചോദിച്ചാ പേര് പറ. സഞ്ജയ്. പാവം ഞങ്ങള് സ്ഥിരം സജിൻ. അപ്പൊ കണ്ടല്ലോ. അയ്യോ സജിനെ സോറി ട്ടാ, പെട്ടെന്ന് ഇതായി പോയി, പാനിക്കായി പോയി. ചേച്ചിക്ക് എന്നോ മനസ്സിലായി. പക്ഷെ അയ്യോ എന്തായാലും മനസ്സിലാകും. സജിന്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു ഹെൽപ്പ് വേണ്ടി വരുമ്പോ അപ്പൊ ഞാൻ സജിനെ വിളിക്കും. സജിനെ എനിക്ക് പാട്ടിന്റെ ഇത് അയച്ചരോ. എന്തായാലും ചേച്ചിയുടെ ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ എന്താണ് വിശേഷം? അതിനെ കുറിച്ച് വിശേഷംസ് എന്തൊക്കെയാണ്? അപ്കമിങ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു പടം റിലീസ് ആവാനുണ്ട്. ഒന്ന് കഴിഞ്ഞ ദിവസം റിലീസായി, വാസം എന്ന് പറഞ്ഞിട്ട്. ഇനി റിലീസ് ആവാനുള്ളത് വയസ്സെത്രയെന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. തമിഴിലോട്ടൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങൾ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, ഒരു കുഴപ്പമില്ല. അപ്പൊ ചേച്ചി ഇനി സക്സസിൽ എത്തട്ടെ. ഇനിയും നല്ല നല്ല പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ നല്ല ക്യാരക്ടർ, കോമഡി ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, എല്ലാം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദിസ് മൂവി പാളയം PC. പ്രേക്ഷകരുടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പാളയം PC ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും പോയി കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമകൾ വളരെ ഇങ്ങനെ കുറഞ്ഞ് ഈ അങ്ങനെയുള്ള ഫാമിലി മാറ്റേഴ്സൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയമാണ്. പക്ഷേ പാളയം PC കുറച്ച് അങ്ങനെയും പിന്നെ തമാശയ്ക്കും എല്ലാം കോർത്തിണങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ ചെയ്യാത്ത തരം ഒരു ക്യാരക്ടറാണ്. അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്താൽ ശരിയാകും എന്ന് ചിന്തിച്ച ഒരു ക്യാരക്ടറാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അറിയാമല്ലോ, ശബരിമല ഒരു വലിയ സബ്ജക്റ്റാണ്. അത് ആത്മീയത മാത്രമല്ല, ചിലരുടെ വൈകാരികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് പോലും സംസാരിക്കുന്ന വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ പെർഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം. ജസ്റ്റ് അതൊരു ക്യാരക്ടർ മാത്രമാണെന്നുള്ളത് ഉൾക്കൊള്ളണം. അപ്പോൾ തിയേറ്ററിൽ വെച്ച് കാണാം. ഓക്കെ ചേച്ചി, അപ്പോൾ താങ്ക് യു സോ മച്ച്. ശരി, ബൈ.